സത്യസംഗീതമേ നിന്റെ സങ്കീർത്തനം സങ്കീർത്തനം ഓരോ ഈണങ്ങളിൽ പാടുവാൻ നീ തീർത്ത മൺവീണ ഞാൻ നീ എൻ സർഗ സൗന്ദര്യമേ. മധുരമൊഴികൾ കിളികൾ അതിനെ വാഴ്ത്തും മെല്ലെ ഞാനും കൂടെ പാടുന്നു നീ എൻ സർഗ സൗന്ദര്യമേ നീ എൻ സത്യസംഗീതമേ. പദദ സദ പഗഗ പദരി രി സദദ സദ പദദ പപ പദദ സദദ പഗഗ പദദ സദദ പഗഗ പദരി രി സദദ സദ പദദ പപ പദ സദ സനി പഗ പസദരി സനി ദ പപ പദസ 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 ദ പഗ ഗ പദ ഗ പദ പഗ ഗ പദ പഗ ഗരി സഗരി സരി ഗരി ധ ദ സരി സ പദ സരി നീ എൻ സർഗ സൗന്ദര്യമേ നീ എൻ സത്യസംഗീതമേ നിന്റെ സങ്കീർത്തനം സങ്കീർത്തനം ഓരോ ഈണങ്ങളിൽ പാടുവാൻ നീ തീർത്ത മൺവീണ ഞാൻ നീ എൻ സർഗ സൗന്ദര്യമേ. എന്തോ ചാലഞ്ച് റൗണ്ട് എങ്ങനെ ഉണ്ടായി? കുഴപ്പമില്ല. കുഴപ്പമില്ല. എന്നാൽ എന്താ ഇടക്ക് പറ്റേ? നാവ് വളഞ്ഞതാ. അവന്റെ നാവ് വളഞ്ഞു. സ്വഭാവം പോലെ തന്നെ അല്ലേ മക്കളെ? തിരിച്ചു വന്നു. ചോദിക്കാം നമുക്ക്. ചോദിക്കാം ശരത് സാർ. മക്കളെ നല്ല ഉഗ്രം പാട്ടടാ, ബ്യൂട്ടിഫുൾ സോങ്. ആരാ ഇത്? ആരൊക്കെയാണ് ഇത് ചെയ്തത്, എഴുതിയത്, കമ്പോസ് ചെയ്തത്? അതൊക്കെ പറയൂ. കമ്പോസർ ഔസേപ്പച്ചൻ സാർ, അണ്ണാച്ചി. ലിറിക്സ് ONV കുറിപ്പ് സാറ്, പാടിയത് യേശുദാസ് സാറ്, സിനിമ കാതോട് കാതോട്. മക്കളെ നന്നായിട്ട് പാടി. താങ്ക് യു സാർ. എനിക്കുള്ള പ്രധാനമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഷിനു നമ്പ്യാർ നീ ഫ്രീ ആണോ? എന്നാ ഒന്നും ഞെക്കടാ മക്കളെ. എടാ ചക്കരെ, നീ അത് ആദ്യം കേട്ടില്ല. നീ എൻ അങ്ങനെ കേട്ടത് അതെന്താ അങ്ങനെ? പാടിത്തരൂ. സ്മാർട്ട് ആവാൻ. മക്കളെ അത് ഓവർ ഡൈനാമിക്സ് ആയിട്ട് നീ എൻ, ആ സാധനം നിന്റെ മനസ്സിലേ ഉള്ളൂ, നമ്മുടെ ചെവിയിലില്ല. കേക്കട്ടെ. നീ
അത് നിനക്ക് അങ്ങനെ സോഫ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് വെലോസിറ്റി കൊടു. നീ എന്ന് പാട്. അപ്പൊ അതും കേൾക്കും. എൻ സർഗ സൗന്ദര്യമേ നീ എൻ സത്യസംഗീതമേ. എപ്പോഴും ഫിനിഷിങ് നോക്കിയോ. നീ എൻ എപ്പോഴും ആ ഫിനിഷിങ് നോക്കിയാണ് മക്കള്. പിന്നെ മറ്റേ സങ്കീർത്തനം നമുക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടൊന്ന് പാടി നോക്കിയാലോ? പറ്റുമെങ്കിൽ മോനെ അതൊരു ശരി. നിന്റെ സങ്കീർത്തനം ഓരോ ഇണങ്ങളിൽ പാടുവാൻ നീ തീർത്ത മൺവീണ ഞാൻ നീ എൻ സർഗ സൗന്ദര്യമേ. അപ്പൊ മക്കൾ ഏത് ലെവലിലാ മോൻ പാടിയത്? നീ എങ്ങനെയാ പാടിയത്? നീ എൻ അങ്ങനാണോ? നീ എൻ എങ്ങനെയാ പാടിയ കുഞ്ഞ് തുടക്കത്തില്? നീ എൻ ഇത്ര ചെറുതായിട്ടോ? ആ ഓർക്കസ്ട്രയുടെ കൂടെ ഒരിക്കലും കേട്ട് കാണത്തില്ലടാ. ഉറപ്പ് ഞാൻ പറയുന്നു. ഔസേപ്പച്ചൻ അണ്ണാച്ചിയാണ് സത്യം, അത് കേട്ട് കാണത്തില്ല. ഇതല്ല, നീ കുറച്ചും കൂടെ ലെവലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പം സങ്കീർത്തനം അലറാതൊന്ന് പാടാൻ പറ്റുമോന്ന് ഞാൻ ചോദിച്ചത്. കേട്ടോ നിന്റെ സങ്കീർത്തനം അങ്ങനെ വല്ലാതെ മോൻ ആ സ്ട്രെയിൻ കാര്യം ശബ്ദത്തിൻ്റെ ഒരു ഇഷ്യൂ അറിയാം. അതുകൊണ്ട് ഇച്ചിരി തള്ളുമ്പോൾ അത് വല്ലാണ്ട് ഒരു ജാറി എന്ന പോലെ. മോനാ നീയൻ സർഗ സംഗീതമേ പാടിയിട്ടത് പാട്. നീ എൻ സത്യസംഗീതമേ നിന്റെ സങ്കീർത്തനം ഓരോ ഇണങ്ങളിൽ. അതൊക്കെ മോൻ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പാടുന്നത്, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ മോനെ ലെവല് കീപ്പ് ചെയ്തോണം. ഇപ്പോഴും നീ നമ്മളെ പറ്റിക്കാന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഒരു സോഫ്റ്റ് ആയിട്ട് തന്നെ പാടിക്കും. ഇതല്ല മോൻ പാടിക്കൊണ്ടിരുന്നത്. നിന്റെ സങ്കീർത്തനം അപ്പൊ മോൻ അത് കുറച്ച് നിന്റെ ആ ഒരു ഓവർ പുഷ് കൊണ്ട് ആ സങ്കീർത്തനത്തിന് ഒരു സുഖമില്ലാതായി പോകും. അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ. മക്കള് നന്നായിട്ടാണ് പാടി. നല്ല ജ്ഞാനസ്ഥരാ നീ. ഞാൻ എപ്പോഴും പറയുന്നതാണ് അത്. അവൻ പാടുമ്പോൾ നീ പാടുമ്പോൾ അറിയാതെ മക്കളുടെ ശബ്ദത്തിന്റെ ഇതുകൊണ്ടാണ്. കുഴപ്പമില്ല, ഉഗ്രായിട്ട് പാടിയിടാ കേട്ടോ മക്കളെ. അതുപോലെ മെല്ലെ ബ്യൂട്ടിഫുൾ ആയിരുന്നടാ, ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതെന്തോ നിനക്ക് അറിഞ്ഞിട്ടൊന്നും ചെയ്തതല്ല, അതങ്ങ് വന്നു മെല്ലെ. ഈ മഹാകള്ളനല്ലേ ബേസിക്കലി. എന്നെ നോക്കണെന്തിനാ മക്കളെ ആ ലൈൻ ഒന്ന് പാടാ കേക്കാന്. മെല്ലെ മാത്രമല്ല അതിന് മുമ്പുള്ളത്. ഉരുകി മെഴുകു തിരികൾ ചാർത്തും മധുര മൊഴികൾ കിളികൾ അതിനെ വാഴ്ത്തും മെല്ലെ ഞാനും കൂടെ പാടുന്നു നീ. നൈസ് മക്കളെ. പിന്നെ സ്വരം അത് നമുക്ക് ഈ പാർവതി വന്നപ്പോ ഉണ്ടല്ലോ, അത് നിന്നെ കളിയാക്കി. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. നമുക്കത് ശരിക്കും പാടിക്കൊടുക്കണം. അല്ലല്ല, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല മക്കളത്. അല്ല, എനിക്കത് ശരിയായിട്ട് പാടിക്കൊടുക്കണം മോനെ. അങ്ങനെങ്കിലും അവനെ കൊണ്ടൊന്ന് പാടിക്കട്ടെ. അവിടെ പാടാ പാട്. അത് പാർവതിയെ നോക്കി പാട്. പഠിക്കട്ടെ, പാടം പഠിക്കട്ടെ. തെറ്റിക്കല്ലേടാ. ഞാൻ കേക്കണോടാ. പാട് മക്കളെ. പദദ സദ പഗ ഗ പ പദദ സദ പഗ ഗ ഗ പ ധരി രി സദദ സ സദ പ പദദ ദ പ പ. മോനെ കേക്കരുത്. സാ കേക്കട്ടെ. ഗ പ ധരി രി സദദ സ സദ പ പദദ ദ പ പ. മോന്റെ ശബ്ദം പ്രോബ്ലം കൊണ്ടാണത്. അത് മനസ്സിലാക്കുന്നു കേട്ടോ. അത് പറഞ്ഞു എന്നേ ഉള്ളൂ മക്കളെ. അടുത്ത് നമ്മുടെ ഐറ്റം വരുന്നു. കേക്ക് പാറു. പാദസദസാനി പാഗ പസദരി സാനി ദാ പ പ. അടുത്തതാ പദസ 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 പദസദ പഗ ഗ പദ ഗ പദ ഗ പദ ഗ പദ പാഗ ഗരി സഗരി സരി ഗരി. ഇപ്പൊ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നമ്മുടെ അടുത്ത് ആ കളി പള്ളി പോയി പറഞ്ഞാൽ ചേട്ടാ പാറു. മക്കളെ നന്നായിട്ട് പാടിയില്ല. അത് ചിലപ്പോ അങ്ങനെയൊക്കെ ആയിപ്പോവും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിപ്പോ എന്നെ നോക്കി പാടിയോണ്ടാ കറക്റ്റ്. മക്കളെ അത് ചിലപ്പോ അറിയാൻ പറ്റത്തില്ല. പാറുവിനെ നോക്കി പാടിയുണ്ട്. ഒരു പോസിറ്റീവായിട്ടുള്ള പെൺകുട്ടിയാണ് പാറു. നല്ലത്, അത് സമ്മതിച്ചേക്കും. മക്കളെ അത് നന്നായിരുന്നടാ. മൊത്തത്തില് എന്താ പറയണ്ട, ഒരു സുഖം ഉണ്ടായിരുന്നു മോൻ പാടിയതിൽ കേൾക്കാൻ. അത് എനിക്ക് പാടി ഇഷ്ടമായി മക്കളെ കേട്ടോ. അതിന്റെ എൻ പോർഷൻ ഒന്ന് കൃത്യമായിട്ട് താളത്തിൽ പാടി തരുമോ? സ്വരം
പദസ 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 ദ പഗ ഗ പദ ഗ പദ ഗ പദ ഗ പദ പഗ ഗരി സഗരി സരി ഗരി ധ ദ സരി സ പദ സരി നീ. വണ്ടർഫുൾ വണ്ടർഫുൾ. ലവ് യു മുത്തേ. ലവ് യു ടു സർ. ഓക്കെ, താങ്ക് യു ശരത് സാർ. വേണു ചേട്ടാ. എന്റെ നിവേദ കുട്ട, എന്തോ നിന്റെ വോയിസിലെ ആ ഒരു ഫീൽ ഉണ്ട്, നാച്ചുറൽ. താങ്ക് യു സർ. അത് ഇനി കൂടുതൽ കൊണ്ടുവരാൻ നോക്കണം, അത്രേ ഉള്ളൂ. അതാണ് വാട്ട് ശരത് വാസ് ഹേയ്. ആ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ നോട്ട് ചെയ്തു. ഉരുകി ഉരുകി മധുരമൊഴികൾ. ആ മെല്ലെ 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 അസാധ്യമായിരിക്കുന്നു. താങ്ക് യു സർ. സൂപ്പർ, മെടുക്കൻ കേട്ടോ. താങ്ക് യു സർ. ബെസ്റ്റ് വിഷസ്. താങ്ക് യു സർ. താങ്ക് യു വേണു ചേട്ടാ. സുദീപേട്ടാ. മോൻ നന്നായിട്ട് പാടും, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യം മുതലേ മോൻ്റെ ഒരു സിംഗിങ് കേപ്പബിലിറ്റി നമുക്ക് തുടങ്ങുമ്പോൾ മുതലേ മനസ്സിലാവും. പാടിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ശരത്തേട്ടൻ പറഞ്ഞ പോലെ വോയിസ് ഓപ്പണായിട്ട് പാടാൻ നോക്കിയപ്പോൾ പല്ലവിയിൽ ഒരു ഭംഗി കുറവുണ്ടായിരുന്നു. അത് പിന്നെ പാടി വന്നപ്പോൾ മോൻ വോയിസ് ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നു, നന്നായിട്ട് പാടി. ഈ സ്വരം പാടുമ്പോൾ മോനത് ആരെങ്കിലും പഠിപ്പിച്ച് തന്നിട്ട് പാടുന്നതാണോ അതോ മോൻ സ്വന്തമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പഠിപ്പിച്ചാണോ? കുറച്ചൊക്കെ ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നു. ഉണ്ടല്ലേ? അല്ല, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മോനത് പഠനത്തിന് ഉപയോഗപ്പെടണം. മോനെ ഓരോ സ്വരങ്ങളും ഐഡന്റിഫൈ ചെയ്ത് പാടുമ്പോൾ അത് മറ്റ് പല്ലവിയും കൂടെ മോൻ സ്വന്തമായിട്ട് ശ്രമിക്കണം. അനുപല്ലവി ഇപ്പം പറഞ്ഞു തന്നു. ഇപ്പം നീ എൻ സർഗ സൗന്ദര്യമേ എന്നുള്ളതും അതുപോലെ തന്നെ മോനായിട്ടൊന്ന് ട്രൈ നോക്കണം. അങ്ങനെയാണ് നമ്മൾ ഒരു ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ നല്ലതായിരിക്കും. എനിക്ക് ഈ പാട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഇതിൻ്റെ രണ്ടാമത്തെ ചരണമാണ്. ലിറിക്സ് നെറുകിലിനിയ തുഹിന കണിക ചാർത്തി, തുഹിന മഞ്ഞു തുള്ളി എന്നൊക്കെ ഉള്ള, അതൊക്കെ ONV സാറിന്റെ സിഗ്നേച്ചറുള്ള പാട്ടാണ്. സുദീപേട്ടാ ഒന്ന് പാടിത്താ ഞങ്ങൾക്കത്. അതെ, മഞ്ഞിനെ പറ്റി 2 വാക്ക് ഒരു പാട്ടും. താളങ്ങളിൽ ദേവപാദങ്ങളിൽ ബലിപൂജയ്ക്കിവർ പൂക്കളായെങ്കിലോ, താളങ്ങളിൽ ദേവപാദങ്ങളിൽ ബലിപൂജയ്ക്കിവർ പൂക്കളായെങ്കിലോ, പൂവുകളാകാം 1000 ജന്മം നെറുകിലിനിയ തുഹിന കണിക ചാർത്തി, തൊഴുതു തൊഴുതു തരളമിഴികൾ ചിമ്മി പൂവിൻ ജീവൻ തേടും സ്നേഹം നീ എൻ സർഗ സൗന്ദര്യമേ. സൂപ്പർ സൂപ്പർ സൂപ്പർ. താങ്ക് യു ചേട്ടാ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ഇതൊരു വയലിനിസ്റ്റായ മ്യൂസിക് കമ്പോസറുടെ ആദ്യത്തെ സിനിമയിലെ പാട്ടാണ്. അപ്പം അതിന് മെയിനായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ഈ പാട്ടിൽ വയലിനാണ്. അപ്പം അത് നമ്മുടെ സുബിൻ അതിമനോഹരമായിട്ട് വായിച്ചു. ഓക്കെ, താങ്ക് യു ചേട്ടാ. ചേച്ചി. നിവേദ് കുട്ട സൂപ്പറായിട്ട് പാടി. താങ്ക് യു മാം. ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. ചേച്ചിക്കും വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണത്. ആൻഡ് ഒന്ന് സൂപ്പറായിട്ട് തന്നെ പാടി. ആ ഒരു ഫീലും ഡൈനാമിക്സ് ഒക്കെ ഒരു പൊടി മുന്നിലായിരുന്നു, എന്നാലും ഭയങ്കര സൂതിങ് ആയിരുന്നു കേൾക്കാൻ. ഓക്കെ, താങ്ക് യു മാം. സൂപ്പറായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, ഇനി മാർക്സ്. ബാക്കി 2 റൗണ്ട്സിൽ നിനക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു അല്ലേ? ഇനി ഇതിൽ എത്രയാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വേണു ചേട്ടാ. നിനക്ക് ഞാൻ 9. താങ്ക് യു സർ. താങ്ക് യു വേണു ചേട്ടാ. ശരത് സർ. മക്കളെ 8.9. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. സോ ടോട്ടൽ 17.9. അടിപൊളിയാണ്. 3 റൗണ്ട്സ് കഴിഞ്ഞില്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.